ഹായ് ഫ്രണ്ട്സ് ടോയിലോട്ട് പോവാ. ഇന്ന് ഞാൻ വീഡിയോ ചെയ്യാൻ പോവാ. ഇന്ന് ലില്ലിൻ്റെ ബർത്ത്ഡേ. ലില്ലിക്ക് ഹാപ്പി ബർത്ത്ഡേ ചെല്ലു ഫ്രണ്ട്സ്. ഹാപ്പി ബർത്ത്ഡേ ലില്ലി. ഓക്കെ, ഇത് ലില്ലിക്ക് വേണ്ടി ലില്ലി പറഞ്ഞ ബയാസാണ്. വീൻ്റെ സ്റ്റോറിയാണ്. ലില്ലിക്ക് വേണ്ടിയാണ് സ്റ്റോർ ചെയ്യാൻ പോവാ. സ്റ്റോറി ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഓക്കെ, നമ്മൾ ഹീറോയിൻ്റെ പേര് പൂജ. ഏജ് ഉണ്ട്, നോക്ക് ഏജ് കുറച്ച് ഏജാണ്. നമ്മൾ ഹീറോയിൻ്റെ പേര് പൂജ. ഹീറോ ഷെഫ്, ഓൺലൈൻ ഷെഫ് പഠിച്ചിന്. അതുപോലെ ഹീറോ ടീച്ചറാണ്, ഒരു പ്രൊഫസർ ഹീറോയി. നമുക്കിപ്പോൾ സ്റ്റോറിക്ക് പോവാം. വി പറഞ്ഞ പിന്നെ നിങ്ങൾക്ക് എൻട്രി മനസ്സിലാവും. വി പറഞ്ഞ റിച്ച് ബോയ്. വീനെ കുറിച്ച് പിന്നെ നിങ്ങൾക്ക് അറിയൂ, പോകുമ്പോൾ അറിയൂ. ഏയ് പൂജ, നെക്സ്റ്റ് പൂജ എന്നെ പൂജയുടെ മമ്മി പറയായിരുന്നു. പൂജ പറയായിരുന്നു, മമ്മിനോട് എത്ര പറഞ്ഞിട്ടുണ്ടോ എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല മമ്മിക്ക് എത്ര പറഞ്ഞ് മനസ്സിലാവുന്നില്ലേ? എടി പൂജ പറഞ്ഞേക്ക് പൂജ, നിങ്ങൾ പറഞ്ഞാൽ മതി. ഞാൻ ഒരു പ്രൊഫസറായി മാറി, ഒരു പ്രൊഫസർ ജോബിന് സെലക്ട് ആക്കിയതാ. നിങ്ങൾ പറഞ്ഞാൽ മതി. എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല മാരേജ് പറഞ്ഞാൽ എന്ത് മാരേജാ എന്താ ഇവൻ എനിക്ക് ഇഷ്ടമല്ല. ഇവന് ഓൾറെഡി കോളേജ് പഠിക്കുമ്പോൾ എന്നെ ടോർച്ചർ, നിറയെ ഗേൾസ് എല്ലാം ഉണ്ട്. ഇവനിക്ക് ഗേൾ ഫ്രണ്ട്സ് അല്ല. എനിക്കിവനെ ഞാൻ മാരേജ് കഴിക്കില്ല. എന്നെ ജോൺ നോക്കിയിട്ട് പറയാം. ജോണിനെ കണ്ടിട്ട് പറയുന്നത്. ജോൺ കേൾക്കായിരുന്നു, എന്താ പൂജ പറയണേ? എനിക്ക് ഗേൾ ഫ്രണ്ട് ഇല്ല പൂജ, ഞാൻ ഇന്ന് വൺ സൈഡ് ലവ് ചെയ്യാം. പൂജക്ക് ടെൻഷനായിരുന്നു എന്നിട്ട് പൂജ അങ്ങനെ ജോനോട് പറയണം. ജോന് സമ്മതിച്ചില്ല. എനിക്ക് നാളെ മാരേജ്. പൂജക്ക് ടെൻഷനായിരുന്നു. പൂജ ടെൻഷനെ പോയിട്ട് ബെഡ്റൂമിലിരുന്ന് ഉറങ്ങായിരുന്നു. പൂജയുടെ ഡാഡി വന്നതിന്, എൻ്റെ ചെള്ളക്കുട്ടി പൂജ എന്ത് പറ്റി? ഡാഡിയുടെ പലവട്ടം ഞാൻ പറഞ്ഞോടോ എനിക്ക് മാരേജ് ഇൻട്രസ്റ്റ് ഇല്ല. ഡാഡി പറയായിരുന്നു, പൂജ നീ ഇങ്ങനെ പറഞ്ഞോ? അങ്ങനെ പൂജയുടെ ചേട്ടൻ വന്നായിരുന്നു. എന്താ പൂജ എന്ത് ചേട്ടാ, എനിക്ക് ഇവൻ ഇഷ്ടമില്ല. ഇവൻ എനിക്കും ഇഷ്ടമില്ല. ഡാഡി പറയായിരുന്നു, എനിക്കിവൻ ഇഷ്ടമില്ലടി, എന്താ ചെയ്യുക? രണ്ടുപേരും ചേട്ടൻ പറയായിരുന്നു. അങ്ങനെ ചേട്ടൻ പറഞ്ഞു കേൾക്കുമ്പോൾ ഹീറോ ഷോക്കായിരുന്നു. എന്താണ് ഈ പറയുന്നടാ എന്ന് പറയായിരുന്നു. അപ്പോൾ ഹീറോയുടെ ചേട്ടൻ പറയായിരുന്നു, എടി എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടില്ലടാ. നിവി പറയായിരുന്നു എനിക്കിഷ്ടമല്ല. ഹീറോയുടെ ചേട്ടൻ പേര് നിവി പറയായിരുന്നു, എടാ പറഞ്ഞേക്ക് നീ ഇവിടുന്ന് പോ, നീ ഇവിടെ ഇരിക്കണ്ട, ഞാൻ എനിക്ക് ഹെൽപ്പ് ചെയ്യാം. മമ്മീൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകനാ. എന്ത് പറയായിരുന്നു? ഫ്രണ്ടില്ല സീനിയറാണ്. ഈ മാരേജിന് ഇൻട്രസ്റ്റ് ഇല്ല. ഫ്രണ്ട് മതി. ഇല്ലടി മമ്മീൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. ഫ്രണ്ട് കൊണ്ടുവന്നത് ആലോചിയാണ്. അതെന്നെ പറയായിരുന്നു. എന്താ ആരാ കൊടുന്നത്? അതെ, അത് മറിയ ആൻറ്റി കൊടുന്നതാ. അവർ ബ്ലോക്കറാണ് മാരേജ്. അങ്ങനെ കൊണ്ടുവന്നതാ. ഡാഡി എനിക്ക് മാരേജ് ഇഷ്ടമില്ല. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡാഡി എനിക്ക് മാരേജ് ഇഷ്ടമില്ല. ഡാഡി പറയായിരുന്നു. ചേട്ടൻ നിവി പറയായിരുന്നു, എടാ നിവി പറയായിരുന്നു, നീ പോയിക്കടി, മാരേജ് നടക്കണം, നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെ നൈറ്റായിരുന്നു. ഹീറോയിൻ്റെ ചേട്ടനും ഡാഡി വന്ന് ഹീറോയ്ക്ക് പാസ്ബുക്ക് എല്ലാം റെഡിയൊക്കെ ആയിരുന്നു. ഡാഡി എന്താ ഡാഡി പറയായിരുന്നു, നീ ഡ്രസ്സ് ഷോപ്പിംഗ് എല്ലാം ചെയ്ത് കഴിഞ്ഞോ? എല്ലാം ചെയ്ത് കഴിഞ്ഞു ഡാഡി. ലക്കച്ചുള്ള മെയിൻ അതെല്ലാം കഴിഞ്ഞിട്ടോ. പാസ്ബുക്ക് എല്ലാം ഉണ്ട് ഇതിൽ, എടുത്ത് നീ ഇവിടുന്ന് പോ. സർട്ടിഫിക്കറ്റ് ഡാഡി എല്ലാം ഉണ്ട് മോളെ പറഞ്ഞേക്ക്. 3 മണിക്ക് ഫ്ലൈറ്റ്, ഇവിടുന്ന് മമ്മിക്ക് ഞാൻ ഒരു പ്ലാൻ വെച്ചിട്ടുണ്ടോ എന്നെ പറയായിരുന്നു. 3 മണിക്ക് ഫ്ലൈറ്റ് അമ്മ ഇവിടുന്ന് മുങ്ങിക്കോ എന്നെ ഡാഡി പറയായിരുന്നു. മമ്മി കണ്ടുപിടിച്ച് എന്ത് ചെയ്യാം? അതെന്ത് ചെയ്യാം പ്ലീസ് ഡാഡി, എങ്ങനെ കണ്ടുപിടിക്കൂ? ശരി ഓക്കെ, നീ ഇവിടെ നിന്ന് പോയിക്കോ എന്ന് പറയായിരുന്നു. എവിടേക്ക് പോകുന്നതിന് പറയാം. നീ എവിടേക്ക് പോകുന്നു പറഞ്ഞോ? ടിക്കറ്റ് ചെയ്യാൻ പറയായിരുന്നു. അങ്ങനെ മുംബൈയിൽ ജോലി കിട്ടിയെന്ന് പറയായിരുന്നു. അങ്ങനെ മുംബൈക്ക് പോയായിരുന്നു. അങ്ങനെയായിട്ട് മമ്മിക്ക് ഒന്നുമില്ല. അങ്ങനെ രാവിലായി. ഹീറോയിൻ്റെ മമ്മി വന്നു ഡാഡീൻ്റെ അടുക്കേക്കായിരുന്നു. പൂജ അവിടെ. പൂജേ ഒരു ഹലോ. ഒക്കെ അതെ ശരി ഞാൻ വരാം. എടി എന്ത് പറ്റി? എടി മറിയ, എന്നെ നിങ്ങൾ വിളിക്കുന്നത് മറിയാത്തെ? എടി മറിയ, എടി വീട്ടിലൊരു പ്രശ്നടി, ഞങ്ങൾ വീട്ടിലേക്ക് പോവാ, എൻ്റെ അമ്മ കോൾ ചെയ്ത് പറഞ്ഞു എന്ന് പറയുന്നു. മറിയൊക്കെ ഷോക്കായിരുന്നു. പറയുന്നു, എടി വീട്ടിലൊരു പ്രശ്നം നമുക്ക് വീട്ടിലേക്ക് പോവാ എന്ന് പറയാനും മറിയ അറിയായിരുന്നു. എന്താ ഇങ്ങനെ മറിയാൻ വിളിച്ചോടും. മറിയ വിളിച്ചോട് പോയി. അങ്ങനെ രണ്ടുപേര് അങ്ങനെയായിട്ട് പോയായിരുന്നു. അപ്പാ എന്ന് പറഞ്ഞ ഹീറോയുടെ ചേട്ടൻ സമാധാനമായി. എന്താ ഡാഡി പറയുന്നത്? ഡാഡി കോൾ ചെയ്ത് പറയാം, ഇല്ലടാ നിൻ്റെ ആൻറ്റി വിളിച്ചിട്ടുണ്ട്, ഞാൻ പോവാ എന്നെ പറയുന്നു. എൻ്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടു എന്നെ പറയുന്നത്. എന്നാലായിട്ട് പറയുന്നു. അങ്ങനെ കൊണ്ടുപോയിരുന്നു. ഇത് സോൾവ് ചെയ്യാം എന്ന് പറയുന്നു. ശരിക്കും പറഞ്ഞ ഹീറോയിൻ്റെ ഡാഡിയുടെ അനിയത്തി ഫോൺ ചെയ്ത് വിളിച്ചായിരുന്നു.
അപ്പം ഇതേ നല്ല ഐഡിയ ഇത് വെച്ചിട്ട് പോകണം അങ്ങനെ പറഞ്ഞ് അവർ നാട്ടിലൊക്കെ പോയിരുന്നു. അങ്ങനെയായിട്ട് പൂജ എവിടെ പൂജ പിന്നെ അറിയാം എന്നെ പറഞ്ഞു അങ്ങനെ കുറച്ച് നാൾ അവിടെ നിൽക്കാൻ വേണ്ടി അമ്മ എന്നോട് നട്ട കാര്യം പറയായിരുന്നു. ഞാൻ പറയായിരുന്നു പൂജയുടെ ഗ്രാൻഡ് മക്കൾക്ക് കാര്യം മൊത്തം പറയായിരുന്നു. ശരി ഓക്കെ ഞാൻ കുറച്ചല്ല അയ്യോ അമ്മ എനിക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് പൂജ എൻ്റെ ഗ്രാൻഡ് ആക്ടിങ് ചെയ്യാൻ തുടങ്ങി. ആക്ടിങ് ചെയ്യുമ്പോൾ കുറേ നാൾ അവിടെ താമസിക്കായിരുന്നു. അങ്ങനെയായിട്ട് കുറച്ച് ഡേയ്സ് പോകാൻ തുടങ്ങി. പൂജ ഇങ്ങനെ കോളേജ് അങ്ങനെയായിട്ട് കുറച്ച് ബിസി പൂജ വീട്ടിലുള്ളത് എന്ന് അമ്മനോട് പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു. അങ്ങനെയായിട്ട് ഹീറോ വന്നിട്ട് ഇപ്പോൾ എങ്ങനെ വന്നു അങ്ങനെ അങ്ങനെ ഇപ്പോൾ കുറേ ഡേയ്സ് കഴിഞ്ഞ് കൊറിയൊക്കെ എത്തിയായിരുന്നു. അപ്പം സമാധാനമായി. പൂജ ഫോൺ വെച്ചിട്ട് വിളിക്കായിരുന്നു. ഹലോ ഇതാരോ കോൾ ചെയ്യുന്നു എന്ന് പറഞ്ഞു. പൂജയുടെ ഫ്രണ്ട് എടുത്ത ദിയ ഹലോ ആര് വേണോ എന്ന് കൊറിയയിൽ കേൾക്കാൻ തുടങ്ങിയായിരുന്നു. കൊറിയല്ല എടി മണ്ടി ഞാനാ പൂജ. അയ്യോ പൂജ സോറി മച്ചി ഞാനേതോ ഒരു തെണ്ടി വിളിച്ചതാ കുറേ നേരം എനിക്ക് കോൾ വിളിച്ച ടോർച്ച് അവനാന്ന് വെച്ച് പോയി. എടി നീ എവിടെയുള്ളത്? ഞാൻ ഉറങ്ങാൻ മച്ചി പ്ലീസ് ഡി ഞാൻ ബോട്ടിലുണ്ടടി. ശരിടി ഞാൻ വരാം എന്ന് പറഞ്ഞാൽ ആ കാറെടുത്ത് കുളിച്ചിട്ട് ഫ്രഷായിട്ട് ശരി കാറെടുത്ത് ഡ്രൈവിങ് ചെയ്തിട്ട് വന്നായിരുന്നു. ഹലോ മച്ചി എവിടെയുള്ളത് ഇവിടെ ഉള്ളത് എന്ന് പറയായിരുന്നു. ശരി അങ്ങനെ കാറോട് വെച്ച് തേടായിരുന്നു. അങ്ങനെ ഹീറോ വരാൻ തുടങ്ങി. കെട്ടിപ്പിടിച്ച് ഭയങ്കര ഹാപ്പി ആയിരുന്നു. മച്ചീനെ പറഞ്ഞ ഹാക്ക് ചെയ്ത് പൂജ പറയായിരുന്നു. ആ പൂജ കേൾക്കായിരുന്നു. എടി പിന്നെ ഒരാളെ എവിടെയുള്ളത് അവൾക്ക് നല്ല ഉറക്കം എന്നെ പറയായിരുന്നു. ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് കോളേജിലേക്ക് പോകാമെന്ന് അവരോട് സംസാരിക്കായിരുന്നു. അങ്ങനെയായിട്ട് രണ്ടുപേരും വീട്ടിൽ സ്വന്തം ഒരു വീട് മെങ്ങി താമസിക്കായിരുന്നു. അങ്ങനെയായിട്ട് അവർ വീട്ടിൽ സംസാരിക്കായിരുന്നു. കുളിച്ച് പ്രവേശം വേറെ ഓരോ 3 പേരായിരുന്നു സംസാരിക്കായിരുന്നു. ഇപ്പോൾ പൂജേൻ്റെ ഡാഡി ഇങ്ങനെയായിട്ട് വീട്ടിൽ പോകാമെന്ന് മമ്മി ടോർച്ച് ചെയ്യുന്നത്. എടി മറിയ പറഞ്ഞിക്കടി എന്താ അമ്മയ്ക്ക് ഇപ്പം അമ്മയ്ക്ക് പ്രശ്നമില്ല വീട്ടിൽ പോവാം ഇല്ലടി എന്ന് പറയുന്നത്. അങ്ങനെയായിട്ട് നമുക്ക് കുറച്ച് ഇവിടെ ചെറിയൊരു ഫങ്ഷൻ ഉണ്ട് എന്ന് പറയാം. അങ്ങനെ പൂജ മമ്മി വായി മുട്ടിയിരുന്നായിരുന്നു. ഫങ്ഷൻ ഉണ്ട് എന്ന് ഫങ്ഷൻ ഞങ്ങളുടെ ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇപ്പോൾ കോളേജിൽ പോവാ എന്നായിട്ട് പറയായിരുന്നു. എടി ഇന്ന് വാ എന്ന് പറഞ്ഞാൽ കോളേജിൽ പോകാമായിരുന്നു. എടി നമ്മൾ ഫസ്റ്റ് സ്കൂളിൽ പോവാ എന്നിടെ സ്കൂൾ പറയുന്നത് ഞാൻ സ്കൂൾ ടീച്ചർ ആവണ ഇല്ലടി വാ എന്ന് പൂജ വിളിച്ചോണ്ടായിരുന്നു. അങ്ങനെ പൂജനെ വിളിച്ചോണ്ട് പോയ ദിയ. എന്നിട്ട് അവിടെ പൂജ പറയായിരുന്നു ഹായ് മച്ചി എന്ന് ഒരു വോയിസ് ഹീറോ തിരിഞ്ഞൊക്കെ പ്രിയായിരുന്നു.